Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വ്ളോഗിംഗ് ഇവ മൂന്നിനും മികച്ച ഒരു ക്യാമറ, അതും 50,000 രൂപയ്ക്ക് താഴെ. അതെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് Fujifilm X-T200ന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇതൊരു ടിപ്പിക്കൽ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ടൈപ്പ് വീഡിയോ അല്ല, മറിച്ച് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട 10 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്യാമറ എടുത്താലുള്ള പോരായ്മകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ 10 ഫീച്ചേഴ്സിൽ പല ഫീച്ചേഴ്സും ബാക്കി ക്യാമറകൾക്കുള്ള ഫീച്ചേഴ്സ് ആയിരിക്കാം, പക്ഷേ ഈ 10ഉം ഈ ഒരു ക്യാമറയിൽ ഒത്തിണങ്ങി വരുന്നു എന്നതുകൊണ്ടാണ് ഈ ക്യാമറ ബാക്കി ക്യാമറകളിൽ നിന്ന് യുണീക്ക് ആവുന്നത്. സോ ആ 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചാനലിൽ ടെക് വീഡിയോസും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ ആൻഡ് വീഡിയോഗ്രാഫി റിലേറ്റഡ് വീഡിയോസുമാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ക്യാമറയുടെ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ്. ഈ ക്യാമറ ബാക്കി ക്യാമറാസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കോമ്പാക്റ്റ് ആണ്. നമ്മുടെ ഉള്ളം കയ്യിൽ ഒതുങ്ങിയിരിക്കാവുന്ന സൈസ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നുള്ളൂ. ഒരു ഫോണിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ക്യാമറ എത്രത്തോളം കോമ്പാക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് Fujifilmന്റെ X-T200. നിങ്ങൾക്ക് സ്റ്റുഡിയോ ടൈപ്പ് വീഡിയോസിനും അതുപോലെ തന്നെ വ്ളോഗിങ്ങിനും ഒക്കെ വളരെ മികച്ചൊരു ക്യാമറ തന്നെയാണ്. ബാക്കി മിറർലെസ് അല്ലെങ്കിൽ DSLR ക്യാമറാസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സൈസ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ നൽകിയിരിക്കുന്നത് ഒരു 3.5 ഇഞ്ചിൻ്റെ ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ HD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 3.5 ഇഞ്ചാണ്. ബാക്കി എല്ലാ ക്യാമറാസിലും 3 ഇഞ്ചിൻ്റെ വരുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ വലിയ 3.5 ഇഞ്ചാണ് വരുന്നത്. അതും 16:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ബാക്കി എല്ലാ ക്യാമറാസിലും 3 ഇഞ്ചും അതുപോലെ തന്നെ 2:1 ആസ്പെക്ട് റേഷ്യോയിലാണ് വീഡിയോ ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ആ ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ മോണിറ്ററിൽ ലഭിക്കുന്നുണ്ട്. സോ അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. പിന്നീട് ഇതിൻ്റെ ടച്ച് സ്ക്രീനിനെ പറ്റി പറയുമ്പോൾ എല്ലാ ടൈപ്പ് ടച്ച് ഫീച്ചേഴ്സും വർക്ക് ചെയ്യുന്ന ടച്ച് സ്ക്രീൻ കൂടിയാണ്. ബാക്കി ക്യാമറാസിലെല്ലാം ബേസിക് ടച്ച് സ്ക്രീൻ ഓപ്പറേഷൻസ് മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാമറ നമുക്കൊരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. പിഞ്ചിന് പിഞ്ച് ഔട്ട്, സ്വൈപ്പ് ലെഫ്റ്റ്, സ്വൈപ്പ് റൈറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. സോ അത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസും വ്ളോഗും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കണ്ട് സംസാരിക്കാൻ ഈ ഒരു മോണിറ്റർ തികച്ചും യൂസ്ഫുൾ ആണ്. ഈ ഒരു ക്യാമറയുടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ വീഡിയോ കേപ്പബിലിറ്റി ആണ്. ഫുൾ HD 60 FPS കൂടാതെ നമുക്ക് 4Kയിലും ഈ ഒരു ക്യാമറയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും 30 FPS വരെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ റേഞ്ചിൽ വരുന്ന ക്യാമറാസിലെല്ലാം 24 FPS വരെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാമറയിൽ നമുക്ക് 4K 30 FPSൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും വിത്തൗട്ട് ക്രോപ്പിംഗ് ആണ് നമുക്ക് വീഡിയോ ലഭിക്കുന്നത്. സാധാരണ ബാക്കി ഈ റേഞ്ചിൽ വരുന്ന ക്യാമറാസിലെല്ലാം വിത്ത് ക്രോപ്പിംഗ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് വിത്തൗട്ട് ക്രോപ്പിംഗ് ലഭിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് 6Kയിൽ റെക്കോർഡ് ചെയ്തിട്ട് 4Kയിലേക്ക് ഡൗൺ സാമ്പിൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ക്രോപ്പിംഗും കാണില്ല, എക്സ്ട്രീം ഡീറ്റെയിലിംഗും ഷാർപ്പനിങ്ങും വീഡിയോസിന് ഈ ഒരു ഡൗൺ സാമ്പിളിങ്ങിലൂടെ ലഭിക്കുന്നതുകൊണ്ട്. ഇനി എടുത്ത് പറയേണ്ട ഇതിന്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന 3.5 mm മൈക്ക് ഇൻപുട്ട് ജാക്ക് ആണ്. ഇതുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൈക്കുകൾ യൂസ് ചെയ്ത് ഹൈ ക്വാളിറ്റി ഓഡിയോസ് വീഡിയോസിനൊപ്പം തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ക്യാമറയുടെ മുകളിൽ ഒരു കോൾഡ് ഷൂ മൗണ്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൈക്കും അത്തരത്തിലുള്ള അക്സസറീസ് എല്ലാം സിംപ്ലി ക്ലിപ്പ് ഇൻ ചെയ്യാനും പറ്റും. അടുത്ത ഫീച്ചറിലേക്ക് വരുമ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന സാധാരണ മിറർലെസ് അല്ലെങ്കിൽ DSLR ക്യാമറകളിൽ കണ്ടുവരാത്ത ഒരു ഫീച്ചറാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓഡിയോ പ്രോപ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടി സാധാരണ വീഡിയോ എടുത്ത് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കണം. പക്ഷേ ടോപ്പ് എൻഡ് ക്യാമറാസിലാവുമ്പോൾ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടും. സോ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് റിയൽ ടൈം ആയിട്ട് ഓഡിയോ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫീച്ചർ നമ്മുടെ ഈ ഒരു ക്യാമറയിലും കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറയുടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന Type-C to 3.5 mm അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഹെഡ്ഫോൺസ് പ്ലഗ് ഇൻ ചെയ്യാം. സോ നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റെക്കോർഡ് ആവുന്ന ഓഡിയോ റിയൽ ടൈം ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. സോ ഗെയിൻ കൂട്ടണോ നോയ്സ് കുറയ്ക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം. മൈക്ക് പ്രോപ്പറായിട്ട് കണക്റ്റഡ് ആണോ, എല്ലാ റെക്കോർഡിങ്ങും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ ക്യാമറയുടെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ആപ്പ് കണക്ടിവിറ്റിയാണ്. ഒട്ടുമിക്ക എല്ലാ മാനുവൽ കൺട്രോൾസും ക്യാമറ ആക്സസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് കൊണ്ട് സാധ്യമാണ്. അതുമാത്രമല്ല സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ഷൂട്ടിംഗ് മോഡിലേക്കും പ്രിവ്യൂ മോഡിലേക്കും ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ടച്ച് ടു ഫോക്കസ്, ISO ചേഞ്ച്, വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ സെൽഫ് വീഡിയോസോ അല്ലെങ്കിൽ സെൽഫ് പോർട്രേറ്റ്സോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ആപ്പ് വളരെ നല്ലത് തന്നെയാണ്. ബാക്കി ക്യാമറകളുടെ ആപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫീച്ചർ പാക്ഡ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് റെസ്പോൺസീവ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാമറമാൻ ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ആപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടിൽറ്റബിൾ ഡിസ്പ്ലേ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഈ ക്യാമറയുടെ എടുത്തു പറയുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഓട്ടോ ഫോക്കസ് ആണ്.
ഐ ഓട്ടോ ഫോക്കസും ഫേസ് ഓട്ടോ ഫോക്കസും ഒക്കെ വളരെ ആക്യുറേറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പെട്ടെന്നാണ് ഈ ഒരു ക്യാമറ ഐയും അതുപോലെ തന്നെ ഫേസും ട്രാക്ക് ചെയ്യുന്നതെന്ന്. ബാക്കി മിറർലെസ് അല്ലെങ്കിൽ DSLR ക്യാമറകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ്. ഫോക്കസിലേക്ക് വരുമ്പോൾ തന്നെ മാനുവൽ ഫോക്കസും ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസും അതുപോലെ തന്നെ ഓട്ടോ ഫോക്കസ് സിംഗിളും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്യാമറ നമ്മുടെ ഫേസും അതുപോലെ തന്നെ ഐയും കറക്റ്റായിട്ട് ഫോക്കസ് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറയുടെ യൂസർ ഇന്റർഫറൻസ് ആണ്. ഒരു ഫോണിൽ നിന്ന് ഒരു ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുന്നവർക്ക് വളരെ മികച്ചൊരു ക്യാമറ തന്നെയാണ് ഫിജിഫിലിമിൻ്റെ X-T200 എന്ന് പറയുന്നത്. അതായത് മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് പ്രത്യേക മോഡുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ ക്യാമറാസിലൊക്കെ അപ്പർച്ചർ പ്രയോറിറ്റി, പനോരമ, അതുപോലെ തന്നെ ഷട്ടർ പ്രയോറിറ്റി, മാനുവൽ മോഡ്, വീഡിയോ മോഡ്, ഇങ്ങനെ കുറച്ച് ബേസിക് മോഡുകളെ കാണാറുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാമറയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ലെവൽ മോഡുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചുള്ള പ്രീസെറ്റുകളും മോഡുകളും അവൈലബിൾ ആണ്. ലൈറ്റ് റെയിൽ, ഫയർ വർക്ക്സ്, സൺസെറ്റ്, ബീച്ച്, അണ്ടർ വാട്ടർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പ്രീസെറ്റുകളും നൽകിയിട്ടുണ്ട്. സോ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ മോഡുകളെല്ലാം തികച്ചും യൂസ്ഫുൾ ആണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു മോഡ് സെറ്റപ്പ് ഞാൻ വേറൊരു ക്യാമറയിലും അങ്ങനെ കണ്ടിട്ടില്ല. സോ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഇതിൻ്റെ സെറ്റിംഗ്സിലേക്കൊക്കെ പോകുമ്പോഴായാലും വളരെ സിമ്പിളാണ്. നമുക്ക് ഫോണിൽ ക്യാമറ സെറ്റിംഗ്സ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ക്യാമറയിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ യൂസർ ഇന്റർഫറൻസിലേക്ക് വരുമ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരു ഫോണിൽ നിന്നൊരു മിറർലെസ് ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ക്യാമറ തന്നെയാണ് ഫുജിഫിലിമിൻ്റെ X-T200 എന്ന് പറയുന്നത്. അത് X-T200 മാത്രമല്ല, ഫുജിഫിലിമിൻ്റെ ഒട്ടുമിക്ക എല്ലാ ക്യാമറകൾക്കും ഈ ഒരു പ്രത്യേകതയുണ്ട്. യൂസർ ഇന്റർഫറൻസ് ബാക്കിയുള്ള ക്യാമറാസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ്. കുറച്ച് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാനും പഠിക്കാനും സാധിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഫോണിൽ നിന്ന് നേരെ ഈ ഒരു ക്യാമറയിലേക്കാണ് എത്തിയത്. പക്ഷേ എനിക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ഈ ഒരു ക്യാമറ യൂസ് ചെയ്ത് പഠിക്കാൻ തന്നെ പറ്റി. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ. നമുക്ക് നോർമൽ വീഡിയോസ് അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആണ്. എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ രണ്ട് മോഡുകൾ അവൈലബിൾ ആണ്. ഒന്ന് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷനും രണ്ട് ഗിംബൽ മോഡും. ഈ രണ്ട് സ്റ്റെബിലൈസേഷൻ ഫീച്ചറും യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഷേക്കിങ്ങും വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ നല്ല വീഡിയോസ് എടുക്കാൻ സാധിക്കും. ഇതിന്റെ വ്യത്യസ്ത സ്റ്റെബിലൈസേഷനുകളും അത് എന്തുമാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ഡിജിറ്റൽ ഗിംബലും ഓഫ് ചെയ്തിട്ടാണ്. ഞാൻ ജസ്റ്റ് നടക്കുന്നുണ്ട്. ഞാൻ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ ഷോട്ടിനെക്കാട്ടി കുറച്ചുകൂടെ വീഡിയോ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. പക്ഷേ വലിയൊരു ക്രോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിലും വീഡിയോ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. ചെറിയൊരു ഗിംബൽ ലൈക്ക് സ്റ്റെബിലൈസേഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ ഗിംബൽ ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ക്രോപ്പിംഗ് നമ്മുടെ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കാട്ടി കുറച്ചുകൂടെ വീഡിയോ ഒന്ന് സൂം ആയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നല്ലൊരു സ്റ്റെബിലൈസേഷൻ, ഒരു ഒഴുക്കം രീതിയിലേക്ക് വീഡിയോ മാറിയിട്ടുണ്ട്. സോ ഇതാണ് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഡിജിറ്റൽ ഗിംബലും. ഇത് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഈ ഒരു രണ്ട് ഫീച്ചേഴ്സും വളരെ യൂസ്ഫുൾ ആണ്. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഷോട്ടുകൾക്കും ഇത്തരത്തിലുള്ള വ്ലോഗ് ടൈപ്പ് വീഡിയോസിനൊക്കെ ഈ ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഈ ക്യാമറയുടെ മറ്റൊരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് ഇത് നമുക്കൊരു വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാം. സാധാരണ ബാക്കി ക്യാമറകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണമായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് ഇങ്ങനെ ഒരു ഫീച്ചർ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയുടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു USB Type-C കേബിൾ യൂസ് ചെയ്ത് നമുക്കിതൊരു വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാം. സോ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള വീഡിയോ ക്ലാസ്സും വീഡിയോ കോൺഫറൻസുകളും അതുപോലെ തന്നെ വീഡിയോ കോളിങ്ങും നമുക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് പോസിബിൾ ആണ്. ഇത്തരത്തിൽ നമ്മുടെ ക്യാമറ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് ക്യാമറയിൽ USB എന്നുള്ള ഓപ്ഷനിൽ USB വെബ് ക്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു HD വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നീട് ഫോക്കസും ലോക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഫോക്കസും സെറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് നല്ല കാണിക്കുന്നതെന്ന് മാത്രം. സോ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ക്യാമറ ഒരു HD വെബ് ക്യാമായിട്ടും യൂസ് ചെയ്യാം. സോ അത് വളരെ ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നി. ഏറ്റവും അവസാനമായിട്ട് ഒരു ബോണസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറകളിൽ ഒരുപാട് കളർ പ്രൊഫൈലുകൾ അവൈലബിൾ ആണ്. ഫിലിം സിമുലേഷൻ മോഡുകളെന്നാണ് ഇതിനെ വിളിക്കാറ്. ഇതിൽ തന്നെ പ്രോവിയ, ആസ്റ്റിയ, മോണോക്രോം ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ കളർ പ്രൊഫൈലുകളുണ്ട്. ഓരോ മൂഡിനനുസരിച്ച് വീഡിയോസിനെ പല രീതികളിലേക്ക് മാറ്റാൻ ഈ മോഡുകൾ നമ്മളെ സഹായിക്കും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കളർ ഗ്രേഡ് ചെയ്യാതെ തന്നെ ഈ ഒരു ഫീച്ചർ വെച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള കളർ ഗ്രേഡിംഗ് ഒക്കെ പോസിബിൾ ആണ്. ഇത്രയുമാണ് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്യാമറയുടെ കുറച്ച് പോരായ്മകൾ കൂടി നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുജിഫിലിമിന്റെ ആക്സസറീസിനും ലെൻസിനും ഒക്കെ നല്ല പൈസയാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് സോണിയാണ് ഏറ്റവും വില കൂടിയ ലെൻസും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നതെന്നാണ്. പക്ഷേ അതിനെ ഫുജിഫിലിം എപ്പോഴും മറികടന്നു കഴിഞ്ഞു. ഫുജിഫിലിമിൻ്റെ ലെൻസുകളെല്ലാം നമുക്ക് വേണ്ട ലെൻസുകളെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു ക്യാമറ വാങ്ങിയിട്ട് ഒരു ലെൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല പൈസ മുടക്കേണ്ടി വരും. സോ എപ്പോഴും തേർഡ് പാർട്ടി ലെൻസ് ആയിരിക്കും നല്ലത്. അതൊരു പോരായ്മ തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററിക്ക് തന്നെ ഏകദേശം 5600 രൂപയോളം വില വരുന്നുണ്ട്. പിന്നീട് ഈ ക്യാമറയുടെ ഒരു പോരായ്മയാണ് ഈ ക്യാമറയിൽ റെക്കോർഡിംഗ് ലിമിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഫുൾ HD വീഡിയോസ് 30 മിനിറ്റ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
4K ആണെങ്കിൽ 15 മിനിറ്റ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂസോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇതിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഹീറ്റിംഗ് വരാറുണ്ട്. അത് മിറർലെസ് ക്യാമറകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഹീറ്റിംഗ് ജനറലാണ്. കാര്യം മിറർലെസ് ക്യാമറകളായതുകൊണ്ട് നല്ല രീതിയിൽ ഹീറ്റ് ആവും. ബാക്കി ക്യാമറകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് താമസിച്ചാണ് ഹീറ്റ് ആവുന്നത്. നമ്മുടെ ക്യാനണിൻ്റെ M50 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ 4K റെക്കോർഡിംഗ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഓവർ ഹീറ്റിംഗ് ആയി ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പക്ഷേ ഈ ഒരു ക്യാമറയിൽ നമ്മൾ 4K 30 FPS ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞേ ഓഫ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. എങ്കിലും പറയണമെന്ന് തോന്നിയ കാര്യം ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്. ഫുൾ HD ഒക്കെ ആണെങ്കിൽ ഒരു 20-22 മിനിറ്റ് കഴിയുമ്പോഴും ഹീറ്റിംഗ് വരുന്നുണ്ട്. ബാക്കി ക്യാമറകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വലിയൊരു ഇഷ്യൂ അല്ല. എങ്കിലും നമ്മളത് ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ പറയണം. കാര്യം ഹീറ്റിംഗ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് ഈ ക്യാമറയുടെ മറ്റൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിൽ എക്സ്റ്റേണൽ ബാറ്ററി ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സാധാരണ ക്യാനോൻ്റെയും നിക്കോണിൻ്റെയും ക്യാമറാസിൻ്റെ കൂടെ അവർ കമ്പനി തന്നെ ബാറ്ററി ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ എക്സ്റ്റേണൽ ബാറ്ററി ചാർജർ കൊടുക്കാത്തത് കൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു Type-C കേബിൾ യൂസ് ചെയ്ത് വേണം ചാർജ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ എപ്പോഴും ഈ ക്യാമറ എടുത്ത് ചാർജറിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ചാർജ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ എക്സ്റ്റേണൽ ബാറ്ററി ചാർജർ മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വരുന്നുണ്ട്. സോ അതുകൂടി കമ്പനി ഈ ഒരു ക്യാമറയുടെ കൂടെ പ്രൊവൈഡ് ചെയ്താൽ നല്ലതാണെന്ന് തോന്നി. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്യാമറയെ പറ്റിയുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ ഞാൻ യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.